ഇപ്പോൾ GCDAക്ക് മൃദംഗ വിഷൻ നൽകിയ ഈ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സഹിൻ പറഞ്ഞതുപോലെ പരിപാടിക്ക് സ്റ്റേഡിയം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷയാണ്. പക്ഷേ ഇതിൽ തന്നെ ഈ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിവരങ്ങളും ഇതിൽ കൊടുത്തിട്ടില്ല. സെപ്റ്റംബർ മാസം 23-നാണ് GCDA ചെയർമാന് ഈ അപേക്ഷ നൽകിയത്. വയനാട് മേപ്പാടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നമ്മൾ ഈ സംസാരിക്കുന്ന മൃദംഗ വിഷൻ. രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. രതീഷ്, ഈ അപേക്ഷ നമുക്ക് അപേക്ഷയുടെ കോപ്പി കിട്ടുന്നുണ്ട്, പക്ഷേ അതിൽ ഈ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശങ്ങളുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മൈതാനത്ത് നടത്താൻ ആദ്യം തീരുമാനിക്കുന്നു. പുൽത്തകടിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടിയാണ്, അത് പിന്നീട് സ്റ്റേജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു കാര്യവും ഈ അപേക്ഷയിലും കാണുന്നില്ല. ഒപ്പം തന്നെ ഈ മേപ്പാടി ആസ്ഥാനമായിട്ടുള്ള മൃദംഗ വിഷൻ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ശ്രീകൃഷ്ണി, പ്രാഥമികമായിട്ടും മേപ്പാടി പ്രദേശത്തുള്ള ഈ നൃത്ത അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്തരം ഒരു സ്ഥാപനത്തെ കുറിച്ച് കാര്യമായ അറിവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ എന്തായാലും മേപ്പാടിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. നേരിട്ട് നമ്മൾ ഫോണിൽ മറ്റും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തെ കുറിച്ച് കാര്യമായ ഒരു വിവരവും ഇത്തരം നൃത്താധ്യാപകർക്ക് ഉൾപ്പെടെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇവർ നൽകിയ അപേക്ഷയിൽ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ്, എത്രത്തോളം ഇതിന്റെ ആവശ്യങ്ങളുണ്ട് എന്നൊന്നും സൂചിപ്പിക്കാതെ ആണ് ഈ അപേക്ഷ നൽകിയിട്ടുള്ളത്. പക്ഷെ അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് 12,000 പേർ പങ്കെടുക്കുന്ന പ്രോഗ്രാം ആണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യപ്പെടുക. എന്നാൽ അതിനൊരു ജാഗ്രത GCDA ഉൾപ്പെടെ പുലർത്തിയില്ലേ എന്ന് ഉണ്ട്. കാരണം അതിന് അനുമതി കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വേണമെന്ന് നിഷ്കർഷിക്കാൻ സ്വാഭാവികമായിട്ടും ആ GCDAക്ക് ബാധ്യതയുണ്ട്. അത്തരം ഒരു നീക്കവും ആ ജാഗ്രത കുറവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥാപനം ഒരു കൾച്ചറൽ മാഗസിൻ എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ആ ലെറ്റർ പാഡിലും അങ്ങനെ തന്നെയാണുള്ളത്. എവിടെയാണ് അതിന്റെ സ്ഥാപനത്തിന്റെ ഓഫീസെന്നും മറ്റും ഒരു തരത്തിലുള്ള സൂചനയും നൽകിയിട്ടില്ല എന്നതും ഇതിൽ ചില ദുരൂഹതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി മാത്രമാണ്, ഒരു ഇവന്റ് കമ്പനി എന്ന നിലയിൽ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നാണ് മനസ്സിലാവുന്നത്. ചില കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനം എന്ന നിലയിൽ തന്നെയാണ് പ്രാഥമികമായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മേപ്പാടിയിലെത്തി ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഈ പരിശോധന ആദ്യഘട്ടത്തിൽ നടത്തിയെങ്കിലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ, ആരാണ്, എന്താണ്, എവിടെയാണ് ഇതിനെ സംബന്ധിച്ച് സ്ഥാപനം എന്ന വിവരം പ്രാഥമികമായിട്ട് മേപ്പാടിയിലെ നമ്മൾ ഈ പറയുന്ന പോലെ മൃദംഗ വിഷൻ കൾച്ചറൽ ഇവന്റ്സുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ മേപ്പാടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ നൃത്ത വിദ്യാലയങ്ങൾക്കോ അല്ലെങ്കിൽ കൾച്ചറൽ ഇവന്റ്സുകളുമായി നിൽക്കുന്ന മറ്റ് സംഘടനകൾക്കോ ഒക്കെ ഇവരെ കുറിച്ച് വിവരങ്ങൾ അറിയേണ്ടതല്ലേ? തീർച്ചയായും അതാണ് ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഇത്തരം ഒരു സ്ഥാപനത്തെ കുറിച്ച് ഈ പേര് പോലും വിചിത്രമാണെന്ന രീതിയിലാണ് പല നൃത്ത അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ ആദ്യം പേര് കേൾക്കുന്ന പോലെ തന്നെയാണ് പറഞ്ഞത്. ഇത്തരം ഒരു സ്ഥാപനം ഉണ്ടോ എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ പേര് ഇത്തരത്തിൽ കേൾക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. എന്നാൽ ഇത്തരം ഒരു ഇവന്റ് നടത്താൻ വേണ്ടി ഇത്തരം കുട്ടികളെ, ഈ നൃത്തം പഠിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സംഘടിപ്പിക്കാൻ വയനാട് ജില്ലയിൽ ഇത്തരം ഒരു ഏജൻസി ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്ന സൂചന ചില അധ്യാപകർ നൽകുന്നുണ്ട്. എന്നാൽ തങ്ങൾ നേരിട്ടാണ് കൊച്ചിയിലേക്ക് എത്തിയതെന്ന് മാത്രമാണ് ആ നൃത്ത അധ്യാപകർ പറയുന്നത്. ഈ ഏജൻസി മുഖേന അല്ല എത്തിയതെന്നും അവർ പറയുന്നുണ്ട്. അത് എന്താണെന്ന് കുറച്ചുകൂടി വിശദമാവേണ്ടി വരും. എന്തായാലും ഈ പ്രാഥമികമായിട്ട് ഇത്തരം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും ഇവരെ കുറിച്ച് കൃത്യമായി അറിയില്ല എന്നത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള സംശയം ജനിപ്പിക്കുന്നുണ്ട്, ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ശരി രതീഷ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് പ്രദേശത്തുള്ളവർക്ക് പോലും ഒരു അറിവില്ല എന്നുള്ളതാണ്. സർവത്ര ദുരൂഹത നിറഞ്ഞിരിക്കുന്നു. ഉമാ തോമസ് MLAക്ക് ഈ അപകടം പറ്റിയതിന് പിന്നാലെയാണ് ഈ പരിപാടി സംബന്ധിച്ച്, ഈ സംഘാടകരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേജിന് അനുമതി നൽകിയിരുന്നില്ല എന്ന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. സ്റ്റേഡിയത്തിന്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിന്റെ ഭാഗമല്ല. സ്റ്റേഡിയത്തിന് അങ്ങോട്ട് സുരക്ഷാ പ്രശ്നമില്ല. അഡീഷണലായിട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോമിന് ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം റിബൺ ബാരിക്കേഡ് കൊടുത്തു. സ്ഥലവും കുറവായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ ഈ തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ള അതോറിറ്റിയുടെ സ്ഥായിയായിട്ടുള്ള സ്റ്റാൻഡിംഗ് പൊസിഷൻ കൊണ്ട് ഞങ്ങൾ എഗ്രിമെൻ്റ് അവരുമായിട്ട് വയ്ക്കുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സേഫ്റ്റി ആസ്പെക്ട്സ്,
ഫയർ, മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ്. നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാര്യം. അതേസമയം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസിന്റെ ആരോഗ്യനില അത് ഇപ്പോഴും മോശമായി തന്നെ തുടരുകയാണ്. നമുക്ക് ആദ്യം ഹാൻസ് ജോണിലേക്ക് പോകേണ്ടതുണ്ട്. ഹാൻസ്, GCDA പറഞ്ഞത് അവരുടെ അഭിപ്രായം നമ്മൾ കേട്ടതാണ്. ഈ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകിയ അപേക്ഷയിൽ പോലും ഒരു പരാമർശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ല എന്ന് തന്നെയാണ് നേരത്തെ ഈ GCDA ചെയർമാൻ പോലും പറഞ്ഞത്. അദ്ദേഹം അടക്കം പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു ഇന്നലെ നടന്നത്. നിലവിൽ ഈ GCDയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, ഈ മൃദംഗ വിഷനെതിരായിട്ടുള്ള നടപടികൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള വ്യക്തമാക്കിയത് ഇവരുമായി ഈ സംഘാടകരുമായി എഴുതിയിട്ടുള്ള കരാറിൽ യാതൊരു വിധത്തിലുള്ള നിബന്ധനകൾ അല്ലെങ്കിൽ ഈ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ്. പരിപാടിയുടെ ആവശ്യമായി സ്റ്റേഡിയം മാത്രമാണ് വിട്ടു നൽകിയിരിക്കുന്നത്. ഈ കരാറിലും അല്ലെങ്കിൽ ഇപ്പോൾ മൃദംഗ വിഷൻ്റേതായി പുറത്തു വന്നിരിക്കുന്ന ഈ ലെറ്റർ പാഡിലും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 12,000 പേരുടെ പരിപാടി നടത്തുന്നതിനായി സ്റ്റേഡിയം വിട്ടു നൽകണമെന്നുള്ള ഒരു അപേക്ഷയാണ് അവർ GCDA മുന്നോട്ട് വച്ചിരിക്കുന്നത്. GCDA ചെയർമാൻ വ്യക്തമാക്കുന്നത് തന്നെയാണ് സ്റ്റേഡിയം മാത്രമാണ് ഇവരുടെ ആവശ്യത്തിനായി വിട്ടു നൽകിയത്. ഇതിൽ അഡീഷണലായി ഈ പവലിയനിൽ അഡീഷണലായി സ്റ്റേജ് പണിയുമെന്നോ ഈ സ്റ്റേജിന് ഇത്രമാത്രം മീറ്റർ വീതിയും അല്ലെങ്കിൽ ഇത്ര ഉയരത്തിൽ പണിയുമെന്നുള്ള യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും GCDAക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് GCDA അധികൃതരും നമ്മളോട് വ്യക്തമാക്കിയത്. ഇനിയിപ്പോൾ കരാറിൻ്റെ പകർപ്പ് അല്പസമയത്തിനുള്ളിൽ തന്നെ GCDA പുറത്തുവിടും. ഇവരുമായിട്ടുള്ള കരാറിലും ഈ നിബന്ധനകൾ തന്നെയാണ് വച്ചിരിക്കുന്നതെങ്കിൽ പൂർണ്ണമായും സംഘാടകരുടെ മാത്രം ഉത്തരവാദിത്തമായി ഇത് മാറും. അതിനോടൊപ്പം തന്നെ ഇത്തരമൊരു അനധികൃത നിർമ്മാണം നടത്തിയതിന് ഇവർക്കെതിരെ നോട്ടീസ് നൽകും. GCDയുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് GCDA അധികൃതരും വ്യക്തമാക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് GCDA കടക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിൽ മാത്രമായിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ കൊച്ചി സിറ്റി കമ്മീഷണർ ജയകുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സേതുലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ സ്റ്റേജിൻ്റെ നീളവും അളവും മറ്റു കാര്യങ്ങളെല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഇവർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും GCDA അടുത്ത നീക്കത്തിലേക്ക് കടക്കുക. എന്നിരുന്നാലും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത് പൂർണ്ണമായും ഇപ്പോൾ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും നൽകാതെ യാതൊരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെ സാധാരണ ഒരു ക്യൂ മാനേജർ മാത്രം വെച്ചുകൊണ്ട് 12 അടി ഉയരത്തിൽ 2 തട്ടുകളായി 2 വരിയിൽ കസേരകൾ ഇട്ടുകൊണ്ട് VIP അടക്കം പ്രധാനമായും സാംസ്കാരിക മന്ത്രിയും സിറ്റി പോലീസ് കമ്മീഷണറും എല്ലാം പങ്കെടുക്കുന്ന പരിപാടിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും പാലിക്കാതെ ഇത്തരമൊരു സ്റ്റേജ് നിർമ്മാണം നടത്തിയത് സംഘാടകരുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ള വീഴ്ചയാണ്. പക്ഷേ എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു വ്യക്തത സംഘാടകരുടെ ഭാഗത്തു നിന്ന് തന്നെ വരാനുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും എന്ന് തന്നെയാണ് അടുത്ത വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള ഈ വീഴ്ച അത് ഈ പോലീസ് അന്വേഷണത്തിലാകും കൂടുതൽ വ്യക്തമാവുക. കാരണം കുറച്ചു മുൻപ് രതീഷ് പറഞ്ഞതുപോലെ ആ മേപ്പാടി ഭാഗത്തുള്ളവർക്ക് പോലും ഈ മൃദംഗ വിഷൻ ഏതാണെന്നോ ഒരുപാട് നാളായി ഈ കൾച്ചറൽ ഇവന്റ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അവിടുത്തെ പ്രാദേശിക നൃത്ത അധ്യാപകർക്ക് പോലും ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഒരറിവുമില്ല. ഈ സ്ഥാപനം എന്താണ്, ഇവരുടെ ഒരു ഹിസ്റ്ററി എന്താണ്, ഇതിനു മുൻപ് അവർ സംഘടിപ്പിച്ചിട്ടുള്ള ഇവന്റുകൾ എന്താണ്, എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്, ഈ തട്ടിച്ച കാശെല്ലാം അവർ എന്തിനുപയോഗിക്കുന്നു തുടങ്ങി ഈ 2 പേർ, നമ്മളിപ്പോൾ പേരുകൾ പുറത്തുവിട്ട ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്ന 2 പേർ, ഇവർ 2 പേരുടെയും പശ്ചാത്തലം എന്താണ് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭ്യമാകേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന കാര്യം ഈ തട്ടിപ്പ് പരിപാടിക്കായി പത്രപരസ്യവും നൽകിയിരുന്നു എന്നുള്ളതാണ്. ഈ പരിപാടിയിൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ പത്രപരസ്യവും പത്രവാർത്തയും നൽകിയിരിക്കുന്നു മൃദംഗ മിഷൻ. കൂടുതൽ വിവരങ്ങളുമായിട്ട് സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, ഈ തട്ടിപ്പ് പല വിധത്തിലായിരുന്നു. കുട്ടികളെ, നൃത്താധ്യാപകരെ സംഘടിപ്പിച്ചു, നൃത്ത സ്കൂളുകളെ സംഘടിപ്പിച്ചു, കുട്ടികളിൽ നിന്നും കാശ് വാങ്ങി, GCDAക്ക് നൽകിയ അപേക്ഷയിൽ പോലും സ്റ്റേജുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളില്ല. ആദ്യം പുൽത്തകടിയിൽ പരിപാടി നടത്തുമെന്ന് പറയുന്നു, പിന്നീട് ആരോടും ചോദിക്കാതെ ആരെയും അറിയിക്കാതെ അത് താൽക്കാലികമായ ഒരു സ്റ്റേജിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലേക്ക് വരുന്നത് ഈ തട്ടിപ്പ് പരിപാടിക്കായി പത്രപരസ്യം അടക്കം ഇവർ നൽകി എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സഹിൻ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്?
ഇവർ നൽകിയിരുന്നത്. അതായത് മൃദംഗ വിഷൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു വാർത്ത അല്ലെങ്കിൽ പത്രപരസ്യം എന്ന് തന്നെ ഇതിനെ കരുതേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SP ഇവിടേക്ക് എത്തുകയാണ്. വിവരം ആശുപത്രി അധികൃതരിൽ നിന്നും വിവരം ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ അടക്കം പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും കൃത്യമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകേണ്ടതുണ്ട്. ഈ ഘട്ടങ്ങളിൽ മാത്രമാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തുക. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SP അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ആ കാഴ്ചയാണിത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൃദംഗ മിഷൻ ഈ ഒരു തട്ടിപ്പിനായി അവർ പത്രപരസ്യവും ഒപ്പം തന്നെ പത്രവാർത്തയും നൽകിയിരുന്നു. ഇതിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കേണ്ട ഫോൺ നമ്പർ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ പത്രപരസ്യവും പത്രവാർത്തയും നൽകിയിരുന്നത്. മാത്രമല്ല ഇതിലേക്ക് ഏത് രീതിയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പണമടയ്ക്കേണ്ടത് എന്നെല്ലാം സംബന്ധിച്ച വിശദമായ ഒരു വാർത്തയുടെ രൂപത്തിൽ തന്നെ ഇവരന്ന് വാർത്താ സമ്മേളനവും നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇത് കൃത്യമായി തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം വന്നിട്ടുമുണ്ട്. എന്തായാലും ഇതൊരു തട്ടിപ്പാണെന്ന് അന്നാർക്കും ബോധ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് വലിയ ഒരു തട്ടിപ്പ്, അതിന് മാധ്യമങ്ങളെ കൂടി ഇവർ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സേതു. ശരി സഹിൻ, അങ്ങനെ ഈ വലിയൊരു തട്ടിപ്പ്, ഈ പത്രപരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരെ അണിനിരത്തി ഭരതനാട്യം അവതരിപ്പിക്കുന്നു. മൃദംഗ വിഷനും നാദം ഓർഗനൈസേഷനും ചേർന്നാണ് മൃദംഗനാദം എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. 7 വയസ്സ് മുതലുള്ള നർത്തകർക്ക് ലിംഗഭേദമന്യേ പരിപാടിയിൽ പങ്കെടുക്കാം. ഇങ്ങനെയാണ് ആ പത്രപരസ്യത്തിലുള്ളത്. ഒപ്പം തന്നെ ഇവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വാർത്തയല്ല, ഈ മിക്കവാറും എല്ലാ പത്രത്തിലും ഈ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. സഹിൻ, ഈ മൃദംഗനാദം എന്ന പരിപാടിയിൽ മൃദംഗ വിഷനും ഒപ്പം നാദം ഓർഗനൈസേഷനും ഉണ്ട്. 2 പേർ ചേർന്നാണ്. ഈ നാദം ഓർഗനൈസേഷനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? സേതു, ഇത് രണ്ടും ഒരു കമ്പനിയുടെ 2 രൂപങ്ങളാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരുകളിൽ ഈ കമ്പനികൾ പുറത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും GST വെട്ടിപ്പിനൊക്കെ ഇത്തരത്തിലുള്ള 2-3 കമ്പനികൾ വേണ്ടിവരും. ഒരുപക്ഷെ അതും ഇവർ മുന്നിൽ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ 2 കമ്പനികളുടെ പേരിട്ടിരിക്കുന്നത്. ആ കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ മൃദംഗ വിഷൻ നടത്തിയ പരിപാടിയിൽ, മൃദംഗനാദം എന്നുള്ള പേരിൽ നടത്തിയ പരിപാടിയിൽ ഇതിൽ പത്രപരസ്യങ്ങളും ഒപ്പം തന്നെ പത്രവാർത്തകളും നൽകി ആളുകളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് തികച്ചും സർക്കാർ പരിപാടികളെ മാറ്റാനുള്ള ഒരു ശ്രമവും ഇവിടെ നടന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സേതു. തീർച്ചയായും അങ്ങനെ തന്നെയായിരുന്നു സഹിൻ. അതായത് മന്ത്രിയെയും ജനപ്രതിനിധികളെയും അടക്കം മുൻനിർത്തി സർക്കാർ പരിപാടിയാണെന്ന് കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും തെറ്റിദ്ധരിപ്പിച്ച് നടത്തിയ വലിയൊരു തട്ടിപ്പ്. ഇത്രയും വലിയൊരു തട്ടിപ്പ് പുറം ലോകം അറിഞ്ഞത് പോലും ഇന്നലെ ഈ വേദിയിൽ വെച്ച് ഉമാ തോമസ് MLAക്ക് ഒരു അപകടം പറ്റുകയും അവർ വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അതായിരുന്നില്ലെങ്കിൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് മലയാളക്കര അറിയില്ലായിരുന്നു. ഇത്രയും ക്രമക്കേടുകൾ നടന്നു എന്നുള്ളൊരു വിവരം നമ്മൾ അറിയില്ലായിരുന്നു. ഉമാ തോമസിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. ശ്വാസകോശത്തിലെ ചതവ് കൂടിയെന്നും മെഡിക്കൽ ബുള്ളറ്റിനിലുണ്ട്. നമുക്ക് ഡോക്ടേഴ്സിന്റെ ബൈറ്റ് കേൾക്കാം. നമുക്കിപ്പോൾ ഒരു ചാലഞ്ച് ആയിട്ടുള്ളത് ലങ്സിലാണ്. ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം വളരെ കുറവേ ഉള്ളൂ. ഒരു 200 ml താഴെ ഉള്ളൂ, 2 സൈഡിലും ഉണ്ട്. പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള റിബ് ഫ്രാക്ചറാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ CTയിൽ നമ്മൾ കണ്ടിരിക്കുന്നതും. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ്. കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ലങ്സിലുള്ള ഇൻഫെക്ഷൻ മാറാനായിട്ടുള്ള ആൻറ്റിബയോട്ടിക്, നല്ല ആൻറ്റിബയോട്ടിക്, 2 തരം ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇന്നലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതൊക്കെ അത് പോകുന്നുണ്ട്.